മതി എന്ന് പറഞ്ഞതിന് ശേഷവും നിർബന്ധിച്ച് കുട്ടികളെ ഭക്ഷണം കഴിപ്പിക്കുന്ന പാരന്റ്സിൽ ഒരാളാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങൾ നിർബന്ധമായും കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണിത്. എന്താണ് ഫോഴ്സ്ഡ് ഫീഡിങ്? നമ്മൾ കുട്ടികളെ നിർബന്ധിച്ച് ഭക്ഷണം കഴിപ്പിക്കുന്നതിനാണ് ഫോഴ്സ്ഡ് ഫീഡിങ് എന്ന് പറയുന്നത്. ഇതുമൂലം കുട്ടികളിൽ പല ശാരീരിക മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട്. നമ്മൾ നിർബന്ധിച്ച് കുട്ടികളെ ഭക്ഷണം കഴിപ്പിക്കുമ്പോൾ അവർ അമിതമായി ഭക്ഷണം കഴിക്കുകയും അത് ശാരീരിക അസ്വസ്ഥതകളും ദഹന പ്രക്രിയയെ ബാധിക്കുന്ന തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാകുന്നു. ഇത് ശാരീരിക ബുദ്ധിമുട്ടുകളിൽ പെടുന്നു. അതുപോലെ തന്നെ നമ്മൾ കുട്ടികളെ നിർബന്ധിച്ച് ഭക്ഷണം കഴിപ്പിക്കുന്നത് മൂലം കുട്ടികളുടെ ഭക്ഷണക്രമവും ഭക്ഷണ സമയവുമായി ഒരു നെഗറ്റീവ് റിലേഷൻഷിപ്പ് അവിടെ രൂപപ്പെടുകയാണ്. ഇതുമൂലം കുട്ടികളിൽ ആൻസൈറ്റി, ഫീഡിങ് ഇഷ്യൂസ് എന്നിവയ്ക്ക് കാരണമാകുന്നു. ഇത് സൈക്കോളജിക്കൽ ഇഷ്യൂസിൽ ഉൾപ്പെടുന്നവയാണ്. കുട്ടികളെ നമ്മൾ നിർബന്ധിച്ച് ഭക്ഷണം കഴിപ്പിക്കുന്നത് മൂലം ഉണ്ടാകുന്ന മറ്റൊരു ബുദ്ധിമുട്ടാണ് സെൻസേഷണൽ പ്രോബ്ലം. കുട്ടികൾക്ക് വിശക്കുന്നു എന്ന് തോന്നാനുള്ള സെൻസേഷനും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് മതിയായി എന്ന് തോന്നാനുള്ള സെൻസേഷനിലും ഇത് ബുദ്ധിമുട്ടുണ്ടാകും. ഇതുപോലെ തന്നെ ഉണ്ടാകുന്ന മറ്റൊരു ബുദ്ധിമുട്ടാണ് കുട്ടികളും രക്ഷിതാക്കളും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഇഷ്യൂ. അതായത് നമ്മൾ നിർബന്ധിച്ച് കുട്ടികളെ ഭക്ഷണം കഴിപ്പിക്കുമ്പോൾ കുട്ടികളുടെ ഇഷ്ടത്തെ മാനിക്കാതിരിക്കുന്നതായി അവർക്ക് തോന്നുകയും അവിടെ കുട്ടികളും പാരന്റ്സും തമ്മിൽ ഒരു ട്രസ്റ്റ് ഇഷ്യൂ ഉണ്ടാവുകയാണ്. പുതുതായിട്ടുള്ള ഭക്ഷണങ്ങൾ കുട്ടികളിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അവരെ നിർബന്ധിക്കാതിരിക്കുക, അവർക്ക് പതിയെ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. എന്നിട്ടും കുട്ടികളിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് നേടാൻ വേണ്ടി ശ്രദ്ധിക്കുക. താങ്ക്സ്.